ടാറ്റ ഗ്രൂപ്പ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പേരെടുത്ത് പരാമർശിക്കുക. ആ സ്ഥാപനം 1000 കോടിക്ക് മുകളിൽ ഇവിടെ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി തുക വകയിരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഡിജിറ്റൽ തെളിവിന് വേണ്ടി സംസാരിക്കുക. ടാറ്റയുടെ പോസ്റ്റ് വരുന്നു, കേരളത്തിലെ CM പറഞ്ഞത് തെറ്റ്, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ആരുമായും ഞങ്ങൾ അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. കാരണത്ത് VD സതീശന്റെ ടാറ്റ വക നല്ല അടിപൊളി ഒരു ബ്ലാസ്റ്റ് എന്നുള്ളതാണ്. എന്താണ് ഇത്രമാത്രം കള്ളം പറഞ്ഞു കൂട്ടുന്നത്? ഒരു പരിധി വേണ്ടേ? VD സതീശൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെ മുഴുവനും ഓക്കിയടിച്ചു വിടാൻ വേണ്ടി മാത്രമാണോ ജനങ്ങൾ നിൽക്കുന്നത്? VD സതീശൻ എന്ന മുഖ്യമന്ത്രി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയല്ലേ, കുഴപ്പമില്ല, ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യാം, അത് നുണയാണെന്ന് പറയണ്ട എന്ന് വരുത്തി തീർക്കാൻ VD സതീശന്റെ പരാമർശങ്ങളിൽ വരുന്നവർ മുഴുവനും സ്റ്റാൻഡ് എടുക്കുമെന്നാണോ VDS ചിന്തിക്കുന്നത് എന്ന് തോന്നിപ്പോകും. 60 ദിവസം പ്രായമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു കൂട്ടുന്ന നുണയുടെ വ്യാപ്തി നോക്കിപ്പോയാൽ എന്ത് വിശ്വസിക്കും, എന്ത് വിശ്വസിക്കില്ല എന്ന് കരുതേണ്ടി വരും. എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു, ഈ നാടിന്റെ ജനരോഷം എവിടെയായിരുന്നു VDSന് വേണ്ടി? KCO RCO എങ്ങാനും മുഖ്യമന്ത്രിയായി പോയാൽ തകർന്നു പോകും കേരം തിങ്ങിയ കേരള നാടെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, വികാര വിക്ഷോഭങ്ങളിലേക്ക് ഈ നാട് കടന്നു പോയിട്ട് 60 ദിവസം 70 ദിവസമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. 70 ദിവസങ്ങൾക്കിപ്പുറം കേരളത്തിൽ സ്വന്തം പാർട്ടിക്കാർക്ക് തലവേദനയായി KSU എന്ന സ്വയം വളർന്നു വന്ന പ്രസ്ഥാനത്തെ പോലും വന്ന വഴി മറക്കുക മാത്രമല്ല, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കാർക്കിച്ചു തുപ്പുന്ന സ്വഭാവം വരെ കാണിച്ചു. ടാറ്റ എന്ന് പറയുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് കോർപ്പറേറ്റ് ഫേമിനെ കുറിച്ച് കള്ളത്തരം പറഞ്ഞുകൂട്ടി. ഇങ്ങനെ VD സതീശൻ കള്ളനായ മുഖ്യമന്ത്രിയായി, കള്ളത്തരം പറയുന്ന മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഭീതിയാണ്, ആകാംക്ഷയാണ്, ആങ്സൈറ്റിയാണ് ജനങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിശ്വസിക്കും എന്നുള്ള ഡൗട്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കേൾക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടത് എന്താണെന്നും അദ്ദേഹം പറയുന്നത് എന്തുമാത്രം ഉറച്ച സ്റ്റാൻഡായിരിക്കുമെന്നും ചിന്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും സ്വാഭാവികമായ അവകാശവും ജനങ്ങൾക്കുണ്ട്, വോട്ട് ചെയ്തത് നമ്മളായതുകൊണ്ട് തന്നെ. ആ മൗലിക അവകാശങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് VD സതീശൻ അതികായനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തൊട്ടടുത്ത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വിജയ് സർക്കാരിൻ്റെ TVKയുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, വിജയ് അവിടെ എടുക്കുന്ന സ്റ്റാൻഡുകൾ. ഒരു മുഖ്യമന്ത്രിക്ക് ഷൈൻ ചെയ്യണോ, ഒരു മുഖ്യമന്ത്രിക്ക് സ്റ്റാൻഡ് എടുത്ത് നല്ല സ്ട്രോങ് ആയി നിലപാട് ഉറപ്പിച്ച് പോണോ? സ്വന്തം മന്ത്രിമാരോട് പോലും, ഒരു വനിതാ മന്ത്രിയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ട്രെൻഡിങ് ആണിപ്പോ, ഏത് തരത്തിലുള്ള അഴിമതിയെയും വെച്ച് പുറപ്പിക്കത്തില്ല, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി കളയുമെന്നുള്ള സ്റ്റാൻഡ്. അങ്ങനെ സ്വന്തം പാർട്ടിയിൽ പറയാനുള്ള ഒരു ആർജവമോ കഴിവോ ശക്തിയോ ഉണ്ടോ VD സതീശന്? വെറുതെ വന്നിരുന്ന് ഇങ്ങനെ കള്ളം പറയുക എന്നുള്ളതല്ലാതെ വിജയെ നോക്കി പഠിക്കാനൊന്നും പറയുന്നില്ല. അതിന് ഏതെങ്കിലും രീതിയിലൊക്കെ സെയിം ആവണം, അതില്ല എന്നും അറിയാം. പക്ഷേ കണ്ടു കൊതിച്ചു പോകുന്നു സാർ. തൊട്ടടുത്തൊരു മുഖ്യമന്ത്രി സിനിമാ സ്റ്റൈലിൽ അവിടെ നിലപാട് ഉറച്ച രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ താനാണ് നിലപാടിൻ്റെ രാജകുമാരൻ എന്ന് പറഞ്ഞു വന്ന വഴിയെ നിന്ന സംഘടനയെ, നിൽക്കുന്ന മണ്ണിനെ, കൂടെ കൂട്ടിയവരെ, കൂട്ടത്തിലുള്ളവരെ എല്ലാവരെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലജ്ജയല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല VD സതീശൻ എന്ന കേരള മുഖ്യമന്ത്രിയോട്.